വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആൻഡ് പ്രൗഡസ്റ്റ് ഡേ ആണ്. ഫൈനലി എൻ്റെ 7 വർഷത്തെ കനേഡിയൻ ജീവിതത്തിന് ശേഷം എനിക്കിന്ന് ഫൈനലി എൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ്. ഇന്നാണ് ആ ദിവസം. ഇന്നാണ് എനിക്കെൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫുൾ എക്സൈറ്റഡുമാണ്, എന്നാൽ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ മഴയുണ്ട്. അപ്പോൾ നമുക്കിനി സെറിമണിയിലുള്ള പരിപാടികളൊക്കെ കാണാം. സെറമണി ഉച്ചയ്ക്കൊരു 12:30 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന് പാർക്കിംഗ് ഫീസൊക്കെ അടച്ച് എന്നിട്ടൊരു ലൈനപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു സീറ്റ് നമ്പർ തന്നവർ, അതാണ് 1, 2, 3. മൊത്തത്തിൽ 1 to 5 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനായിരുന്നു തേർഡ് ലാസ്റ്റ് വൺ. ഏറ്റവും ബാക്കിലായതുകൊണ്ട് കുറേ ഒന്നും എടുക്കാനും പറ്റിയില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ഗസ്റ്റിനെ നമ്മുടെ കൂടെ ഇരുത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. സത്യം പറയാലോ, ഈ സെറമണിക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ പോലും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ സമയം പോകാൻ വേണ്ടി കാനഡയെ കുറിച്ചൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ഇട്ട് തന്നും. മൊത്തത്തിൽ പരിപാടിയൊക്കെ ഇച്ചിരി ഡിലേ ആയിരുന്നു. ഈ മൂപ്പരാണ് കേട്ടോ നമ്മുടെ ജഡ്ജ്. പേര് മാർക്കെന്നായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പുള്ളി വരാൻ വേണ്ടിയാണ് ഇത്രയും ഡിലേ ആക്കിയത്. And acceptance and resilience are. പിന്നെ പുള്ളീൻ്റെ പ്രസംഗമൊക്കെ കുറച്ചു നേരം കേട്ടിരിക്കേണ്ടി വന്നു. പക്ഷെ പുള്ളി അത്ര ബോറടിപ്പിച്ചില്ല കേട്ടോ, പെട്ടെന്ന് തീർത്തു കിട്ടും. Their citizenship together with the candidates. Judge Blair, the candidates are now ready to repeat the oath of citizenship. Thanks again, Elliot. Please repeat after me. I swear that I will be faithful and bear true allegiance to His Majesty King Charles III, King of Canada, his heirs and successors, and that I will faithfully observe the laws of Canada, including the Constitution, which recognizes and affirms the Aboriginal and treaty rights of First Nations, Inuit and Métis peoples, and fulfill my duties as a Canadian citizen. Very good. And as Elliot mentioned, we'll also recite the oath in French. So in French. അങ്ങനെ അത് ഫ്രഞ്ചിലും പറയിപ്പിച്ച് 100 പേരും കഴിഞ്ഞ് ഞാൻ എത്തി. Canadian citizens, and with this comes the opportunity. Korea Post. അങ്ങനെ ഫൈനലി സാധനം കിട്ടി ഗൈസ്. 7 വർഷത്തിന് ശേഷം സാധനം കൈ കിട്ടി ഗൈസ്. കനേഡിയൻ സിറ്റിസൺഷിപ്പ് കൈ കിട്ടി. അപ്പം അത്രേ ഉള്ളൂ. ബൈ.